കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് നടുക്കം സമ്മാനിച്ച ജില്ലയാണ് കൊല്ലം. കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചത് LDFന് വലിയ തിരിച്ചടിയായി മാറി. എന്തായാലും കൊല്ലത്ത് സ്ഥാനാർത്ഥികൾ അണിഞ്ഞ് ഒരുങ്ങുന്നു. കൊല്ലത്ത് 11 നിയോജക മണ്ഡലങ്ങൾ, അതിൽ 2 കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും. ബാക്കി എല്ലായിടവും LDF തൂത്തുവാരി. ഇത്തവണ LDFന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ UDF തയ്യാറല്ല. കൊല്ലം കോർപ്പറേഷനിൽ നേടിയ അവിസ്മരണീയമായ വിജയം UDFന് ഉണർവ് സമ്മാനിച്ചിട്ടുണ്ട്. LDF ആകട്ടെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ ഇറക്കി മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അയക്കുകയാണ്. കൊല്ലം ജില്ലയിൽ UDF, LDF, BJP സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുണ്ടറയിൽ നിന്ന് തുടങ്ങാം. കുണ്ടറയിൽ PC വിഷ്ണുനാഥാണ് നിലവിലെ MLA. കഴിഞ്ഞ തവണ മന്ത്രി കൂടിയായ മേഴ്സിക്കുട്ടിയമ്മയെ PC വിഷ്ണുനാഥ് തോൽപ്പിച്ചത് ഒരു വലിയ അട്ടിമറിയായിരുന്നു. ഇത്തവണ കുണ്ടറയിൽ മത്സരിക്കുന്നത് മേഴ്സിക്കുട്ടിയമ്മയല്ല, CPMന്റെ യുവമുഖമായ ചിന്ത ജെറോമാണ്. ചിന്ത ജെറോമും PC വിഷ്ണുനാഥും നേർക്കുനേർ വരുന്നു കുണ്ടറയിൽ. കുന്നത്തൂരിൽ 2001 മുതൽ കോവൂർ കുഞ്ഞുമോനാണ് MLA. കഴിഞ്ഞ തവണ UDFലെ ഉല്ലാസ് കോവൂരുമായി LDFലെ കോവൂർ കുഞ്ഞുമോൻ ശക്തമായ പോരാട്ടം നടത്തി നേരിയ മാർജിനിൽ വിജയിച്ചു. ഇത്തവണ ആ സീറ്റ് കോവൂർ കുഞ്ഞുമോനിൽ നിന്ന് CPMന് ഏറ്റെടുക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ കോവൂർ കുഞ്ഞുമോൻ അതിന് തയ്യാറാവില്ല എന്നാണ് അറിവ്. ചുരുക്കത്തിൽ കോവൂർ കുഞ്ഞുമോൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും. ഉല്ലാസ് കോവൂർ UDFന് വേണ്ടി സ്ഥാനാർത്ഥിയാകും. ചടയമംഗലം. CPIയുടെ ഉറച്ച കോട്ടയായ ചടയമംഗലം ഒരിക്കൽ മാത്രമേ അവരെ കൈവിട്ടിട്ടുള്ളൂ. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ലതാദേവിയെ അട്ടിമറിച്ചത് ഒരു പ്രാവശ്യം മാത്രം. പിന്നീട് CPI തങ്ങളുടെ ഉരുക്കുകോട്ട ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ മന്ത്രി ചിഞ്ചുറാണിയാണ് അവിടെ നിന്ന് വിജയിച്ചത്. കോൺഗ്രസിലെ നസീറിനെയാണ് ചിഞ്ചുറാണി പരാജയപ്പെടുത്തിയത്. ഇത്തവണയും ചിഞ്ചുറാണി തന്നെ സ്ഥാനാർത്ഥിയായി എത്തും ചടയമംഗലത്ത്. ചിഞ്ചുറാണി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നസീറിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. നസീർ കഴിഞ്ഞ തവണ ചിഞ്ചുറാണിയുടെ വോട്ട് ഷെയർ നന്നായി കുറച്ചത് ശ്രദ്ധേയം. എന്തായാലും നസീറും ചിഞ്ചുറാണിയും ഒരിക്കൽ കൂടി ചടയമംഗലത്ത് ഏറ്റുമുട്ടും. പത്തനാപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF മുന്നേറിയ നിയമസഭാ മണ്ഡലമാണ് പത്തനാപുരം. വലിയ മുന്നേറ്റമാണ് UDF പത്തനാപുരത്ത് കാഴ്ചവെച്ചത്. പക്ഷേ മന്ത്രി ഗണേഷ് കുമാറാണ് ഇക്കുറിയും പത്തനാപുരത്ത് മത്സരിക്കുന്നത്. സ്വതന്ത്രനായി നിന്നാൽ പോലും ജയിക്കാൻ കഴിയുന്ന ജനസ്വാധീനം ഗണേഷ് കുമാറിന് ഉണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം തോൽപ്പിച്ചത് ജ്യോതികുമാർ ചാമക്കാലയെയാണ്. ഇത്തവണയും കോൺഗ്രസ് ജ്യോതികുമാർ ചാമക്കാലയെ പരീക്ഷിക്കും. ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടും. ചാത്തന്നൂർ. 2 ടേമായി BJP 2ാം സ്ഥാനത്ത് വരുന്ന നിയമസഭാ മണ്ഡലമാണ് ചാത്തന്നൂർ. കൊല്ലത്ത് BJPക്ക് വേരോട്ടമുള്ള നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ തവണ CPIയിലെ ജയലാലാണ് BJP സ്ഥാനാർത്ഥി NP ഗോപകുമാറിനെ പരാജയപ്പെടുത്തിയത്. ജയലാൽ 10,000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇത്തവണയും BJPയും LDFും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം. ജയലാൽ തന്നെ CPI സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തും. BJP സ്ഥാനാർത്ഥിയായി NP ഗോപകുമാർ തന്നെ കാണും. എന്തായാലും പഴയ പോരാട്ടം വീണ്ടും നടക്കും. കൊല്ലം. മുകേഷാണ് കൊല്ലത്തെ നിലവിലെ MLA. കഴിഞ്ഞ തവണ നേരിയ മാർജിനിൽ 2,000-ൽ പരം വോട്ടുകൾക്ക് ബിന്ദുകൃഷ്ണയെ പരാജയപ്പെടുത്തി കൊല്ലത്ത് മുകേഷ്. കൊല്ലം കോർപ്പറേഷനിൽ UDF വലിയ വിജയമാണ് നേടിയത്. ഇത്തവണ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി CPM നിർത്തില്ല.
കാരണം മുകേഷിനെതിരെ സ്ത്രീ പീഡനം അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു. യു ഡി എഫിന് വേണ്ടി ബിന്ദുകൃഷ്ണ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു, പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് കൊല്ലത്തെ CPM നേതാവായ എസ് ജയമോഹൻ ആണ്. എസ് ജയമോഹൻ മത്സരിച്ചാൽ കൊല്ലം നിലനിർത്താനാകുമെന്ന് CPMന് ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഇരവിപുരമാണ്. നൗഷാദ് തുടർച്ചയായി ജയിക്കുന്ന ഇരവിപുരം. കഴിഞ്ഞ തവണ നൗഷാദ് പരാജയപ്പെടുത്തിയത് RSPയിലെ ബാബു ദിവാകരനെ. ബാബു ദിവാകരന് നൗഷാദിന്റെ ജനപ്രീതിക്ക് മുമ്പിൽ ഒന്നും നേടാൻ ആയില്ല. ഇത്തവണ RSPക്ക് വേണ്ടി ഇരവിപുരത്ത് മത്സരിക്കുന്നത് പ്രേമചന്ദ്രൻ MP മകൻ കാർത്തിക് പ്രേമചന്ദ്രനാണ്. കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരത്തെ പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞു. CPMന് വേണ്ടി നൗഷാദ് തന്നെ ഒരിക്കൽ കൂടി മത്സരിക്കും. എന്തായാലും നൗഷാദും കാർത്തിക് പ്രേമചന്ദ്രനും തമ്മിൽ തീപാറുന്ന പോരാട്ടം ഇരവിപുരത്ത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കരുനാഗപ്പള്ളി. കഴിഞ്ഞ തവണ CPIയിലെ R രാമചന്ദ്രനെ CR മഹേഷ് 20,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ മണ്ഡലമാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി ഒരു കാലത്ത് CPIയുടെ കോട്ടയായിരുന്നു. C ദിവാകരൻ അവിടെ നിന്ന് 2 പ്രാവശ്യമാണ് ജയിച്ചത്. ഇത്തവണ CPI സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ജനകീയ മുഖമായി മാറിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ LDFന് മേൽക്കൈയുണ്ടായി. പക്ഷേ CR മഹേഷ് മത്സരിച്ചു കഴിഞ്ഞാൽ ആ മേൽക്കൈക്ക് അർത്ഥമില്ല എന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ട് മഹേഷിനെ തന്നെ വീണ്ടും കോൺഗ്രസ് നിർത്തും. CPI ശക്തനായ സ്ഥാനാർത്ഥിയെ തേടുകയാണ് ഇവിടെ. പുനലൂരാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. പുനലൂരിൽ PS സുബാലാണ് നിലവിലെ MLA. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ സുബാല് തോൽപ്പിച്ചത് 30,000-ൽ പരം വോട്ടുകൾക്കാണ്. CPIയുടെ ഉറച്ച കോട്ടയാണ് പുനലൂർ. പുനലൂരിൽ ഒരു പ്രാവശ്യം മാത്രമേ CPIക്ക് അടിതെറ്റിയിട്ടുള്ളൂ. അല്ലാതെ CPIയുടെ ഉറച്ച കോട്ടയായി പുനലൂർ നിലകൊള്ളുന്നു. പുനലൂരിൽ UDF സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് ആ സീറ്റ് വെച്ചുമാറാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ പുനലൂരിൽ പരീക്ഷിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. എന്തായാലും പുനലൂർ CPIയുടെ കുത്തക സീറ്റ് തന്നെ. കൊട്ടാരക്കര. ഇക്കുറി ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലം, കൊല്ലത്തെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയായിരിക്കും. മന്ത്രി KN ബാലഗോപാൽ ഒരിക്കൽ കൂടി കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കും. UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് CPMന്റെ പഴയ നേതാവായ, പഴയ MLA ആയ, 3 തവണ CPMന് വേണ്ടി MLA ആയ ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതേസമയം CPM ഐഷ പോറ്റിയെ എങ്ങനെയും തോൽപ്പിക്കണം എന്നുള്ള ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിലെ പോരാട്ടം കേരളമൊട്ടാകെ ശ്രദ്ധ ആകർഷിക്കും. ഇനി ചവറയാണ്. കഴിഞ്ഞ തവണ ഡോക്ടർ സുജിത് വിജയൻപിള്ള ഷിബു ബേബി ജോണിനെ 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച ചവറ. ഇത്തവണയും ചവറയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ സുജിത് വിജയൻപിള്ള തന്നെയായിരിക്കും. ഷിബു ബേബി ജോൺ തന്നെ RSPക്ക് വേണ്ടി മത്സരിക്കും. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അതിൽ ചാത്തന്നൂർ മാത്രമേ വന്നിട്ടുള്ളൂ. BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു ജില്ലയാണ് കൊല്ലം. ചാത്തന്നൂരിൽ മാത്രമാണ് അവർക്ക് സ്വാധീനം ഉള്ളത്. എങ്കിലും നല്ലൊരു പോരാട്ടം കൊല്ലത്ത് കാഴ്ചവെക്കാൻ BJP ശ്രമിക്കുന്നു. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വൈകാതെ തന്നെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും.